Hi students, welcome back. Today we are going to discuss the remaining topics from chemical reactions and equations. Displacement reaction. Let's start. Activity 1.9. Take 3 iron nails and clean them by rubbing with sandpaper. Take 2 test tubes marked as A and B. In each test tube take about 10 ml of copper sulfate solution. ഇപ്പോൾ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബ് എ ബി എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഓരോന്നിലും 10 ml കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് CuSO4. The 2 iron nails with the thread and immerse them carefully in the copper sulfate solution in the test tube B. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ബിയിലേക്ക് നമ്മൾ 2 iron nails ത്രെഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തു. ഓക്കെ, about 20 minutes. കീപ്പ് 1 iron nail aside for comparison. ഒരു iron nail നമ്മളങ്ങ് മാറ്റി വെച്ചു കമ്പാരിസന് വേണ്ടിയിട്ട്. ആഫ്റ്റർ 20 minutes ടേക്ക് ഔട്ട് ദി iron nails ഫ്രം ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. 20 minutes ശേഷം iron nails നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ പുറത്തേക്ക് എടുത്തു. കമ്പയർ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ബ്ലൂ കളർ ഓഫ് ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് ഇൻ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ്സിലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ബ്ലൂ കളറിനുള്ള ഇൻറ്റൻസിറ്റിക്ക് എന്താണ് ചേഞ്ച് എന്ന് നോക്കി. ഓൾസോ കമ്പയർ ദി കളർ ഓഫ് ദി iron nails ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിത്ത് വൺ കെപ്റ്റ് അസൈഡ്. നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന iron nailsൻ്റെ കളറിന് എന്തെങ്കിലും മാറ്റം വന്നോ എന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. കാരണം ഓൾറെഡി ഒരെണ്ണം നമ്മൾ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യാതെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ്റെ കേസും അതുപോലെ തന്നെ നെയിലിൻ്റെ കേസും നമ്മൾ ഒബ്സർവ് ചെയ്തു. എന്താണ് അവിടെ ചേഞ്ച് വന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, നോക്കുക. ഇതാണ് നമ്മൾ മാറ്റി വെച്ചിരുന്നത്. ഇതാണ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിരുന്നത്. കണ്ടോ, ഇതായിരുന്നു നമ്മൾ ഒറിജിനലി മാറ്റി വെച്ചിരുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. iron nail ഇട്ട് കഴിഞ്ഞപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് കളർ ഫെയ്ഡായി. വൈ ഡസ് ദി iron nail become brownish in color and the blue color of the copper sulfate solution fade? ഇതെന്തുകൊണ്ട് ബ്രൗണിഷായി, ഇതെന്തുകൊണ്ട് കളർലെസ്സായി, ഫെയ്ഡായി? Iron react with the copper sulfate, we will get iron sulfate plus copper. കണ്ടോ, അയൺ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ അയൺ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ ആയിട്ട് മാറി. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറിന് കാരണം അതിനകത്തുള്ള കോപ്പർ അയോൺസ് ആണ്, Cu2+ അയോൺസ് ആണ്. Cu2+ അയോൺസിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് ഫെയ്ഡായിട്ട് മാറി. In this reaction, iron has displaced or removed another element copper from copper sulfate solution. This reaction is known as displacement reaction. കണ്ടോ, അയൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ റിമൂവ് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. A reaction in which a more reactive metal displaces a less reactive metal from its solution, that is known as displacement reaction. ടെക്സ്റ്റ് ഇല്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളുക. A reaction in which a more reactive metal displaces a less reactive metal from its solution, that is known as displacement reaction. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എക്സാമ്പിൾ നന്നായിട്ട് സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ലെഡ് പ്ലസ് കോപ്പർ ക്ലോറൈഡ് ഗീവ്സ് ലെഡ് ക്ലോറൈഡ് പ്ലസ് കോപ്പർ. സിങ്ക് ആൻഡ് ലെഡ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ദ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്സ്. കണ്ടോ, സിങ്ക് ആൻഡ് ലെഡ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക്, ലെഡ്, അയേൺ, they are more reactive than copper, so they can displace copper from its compounds. That is known as displacement reaction. Correct ആയിട്ട് പഠിക്കുക കേട്ടോ with equation. Double displacement reaction. Take about 3 ml of sodium sulfate solution in a beaker. Sodium sulfate. Okay. In another test, take about 3 ml of barium chloride solution. Mix the two solutions. What do you observe? You will observe that white substances which is insoluble in water is formed. ഒരു വൈറ്റ് സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. ദിസ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ഫോംഡ് ഈസ് കോൾഡ് എ precipitate. The insoluble substances formed during a reaction, that is known as precipitate. Any reaction that produces a precipitate can be called a precipitation reaction. Any reaction that produces a precipitate is known as precipitation reaction. Sodium sulfate react with barium chloride, we will get barium sulfate and sodium chloride. കണ്ടോ, sodium
ക്ലോറിൻ്റെ കൂടെയും ബേരിയം സൾഫേറ്റിൻ്റെ കൂടെയും പോയി. കണ്ടോ, ബേരിയം സൾഫേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നന്നായിട്ട് പഠിച്ചോണം ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ വിത്ത് എക്സാമ്പിൾ. Then what causes this? The white precipitate of barium sulfate is formed by the reaction of SO4 2- and Ba2+. Okay. The other product formed is a sodium chloride which remains in the solution. Such a reaction in which there is an exchange of ions between the reactant are called double displacement reaction. കണ്ടോ, a reaction in which there is an exchange of ions between the reactants are called double displacement reaction. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഇക്വേഷൻസ് എല്ലാം അതുപോലെ തന്നെ ഡെഫിനിഷൻസ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, recall activity 1.2 where you have mixed the solutions of lead nitrate and potassium iodide. What was the color of the precipitate formed? Can you name the compound formed? Write the balanced chemical equation for this reaction. Is this a double displacement reaction? PbNO3 twice plus 2Ki gives PbI2 plus 2KNO3. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. കറക്റ്റായിട്ട് നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മൾ ആക്ടിവിറ്റി 1.2 പഠിച്ചതാണ്. PbNO3 twice plus 2Ki gives PbI2 plus 2KNO3. Okay, that is also an example of double displacement reaction. Oxidation and reduction. Heat a china dish containing about 1 gram of copper powder. What do you observe? The surface of the copper powder becomes coated with the black copper to oxide. Why has this black substance is formed? Kanda, copper powder become coated with the black copper to oxide. കോപ്പറും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോപ്പർ ഓക്സൈഡ് ആണ്. The surface of the copper powder become coated with the black copper oxide. Why has this black substance is formed? This is because oxygen is added to copper and copper oxide is formed. Equation 2Cu plus O2 gives 2CuO in the presence of heat. If hydrogen gas is passed over this heated material, copper oxide നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ the black coating on the surface turns brown as the reverse reaction takes place and copper is obtained. ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്, വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ കോപ്പറും ഓക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഓക്സൈഡ് കിട്ടും, ദാറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ. വെൻ ദിസ് കോപ്പർ ഓക്സൈഡ് is reactive with the hydrogen, then we will get copper and water. Copperum water, the reverse reaction taking place. If a substance gains oxygen during a reaction, it is said to be oxidized. ഒരു സബ്സ്റ്റൻസിന് ഒരു റിയാക്ഷനിൽ ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്ന് ആ സബ്സ്റ്റൻസിന് ഓക്സിഡേഷൻ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. If a substance loses oxygen during a reaction, it is said to be reduced ആയിരിക്കും. ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ അയാൾ റിഡ്യൂസ്ഡ്, അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചു. ഓക്സിജൻ ഗെയിൻ ചെയ്താൽ അയാൾ ഓക്സിഡൈസ്ഡ് ആയി. കണ്ടോ, ഇവിടെ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തു. കോപ്പറും വാട്ടറുമാണ് ഫോം ചെയ്തത്. കോപ്പറിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടു. കണ്ടോ, സോ കോപ്പറിന് റിഡക്ഷനും ഹൈഡ്രജൻ ഓക്സിജൻ ഗെയിൻ ചെയ്തു. സോ ഹൈഡ്രജൻ ഓക്സിഡേഷനും അണ്ടർഗോ ചെയ്തു. ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ ദി കോപ്പർ ഓക്സൈഡ് ഈസ് ലൂസിങ് oxygen and is being reduced. The hydrogen is gaining oxygen and being oxidized. In other words, one reactant get oxidized while the other get reduced during a reaction. Such reactions are called oxidation reduction reactions or redox reactions. ഒരു റിയാക്ഷനിൽ ഒരു റിയാക്റ്റൻ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആകും, വൈൽ ദി അതർ ഗെറ്റ് റിഡ്യൂസ്ഡ് ആകും. അങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഓർ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എ റിയാക്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ, ദാറ്റ് റിയാക്ഷൻസ് ആർ കോൾഡ് റിഡോക്സ് റിയാക്ഷൻ ഓർ ഓക്സിഡേഷൻ റിഡക്ഷൻ. ഓക്സിഡേഷനും ഉണ്ടായിരിക്കും, റിഡക്ഷനും ഉണ്ടായിരിക്കും. ആ റിയാക്ഷനാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനും. കണ്ടോ, അപ്പം നമുക്ക് കോപ്പറും വാട്ടറും കിട്ടി. ഹൈഡ്രജൻ ഓക്സിജൻ ഗെയിൻ ചെയ്തു.
കണ്ടോ? അപ്പോൾ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ ലോസായി, സോ ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ. സം അതർ എക്സാമ്പിൾസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ. കണ്ടോ? സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. സിങ്ക് ഓക്സൈഡ് സിങ്കായിട്ട് മാറി. അപ്പോൾ അതിനെന്ത് സംഭവിച്ചു? അതിന് റിഡക്ഷൻ സംഭവിച്ചു. കാർബൺ മോണോക്സൈഡായിട്ട് മാറി. അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി MnO2 പ്ലസ് 4HCl ഗീവ്സ് MnCl2 പ്ലസ് H2O പ്ലസ് Cl2. ഇവിടെ എന്ത് സംഭവിച്ചു? MnO2 പ്ലസ് HCl ഗീവ്സ് MnCl2 പ്ലസ് H2O പ്ലസ് Cl2. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ റിയാക്ഷൻ 1.31 കാർബൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ മോണോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു സിങ്ക്. ഇൻ റിയാക്ഷൻ 1.32 HCl ഈസ് ഓക്സിഡൈസ്ഡ് ടു Cl2. HCl ഈസ് ഓക്സിഡൈസ്ഡ് ടു Cl2. HClന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്കെ, MnO2 ഈസ് റെഡ്യൂസ്ഡ് ടു MnCl2. റിഡക്ഷൻ സംഭവിച്ചു. MnO2വിന് റിഡക്ഷനും HClന് ഓക്സിഡേഷനും അണ്ടർഗോ ചെയ്തു. HCl ഈസ് ഓക്സിഡൈസ്ഡ് ടു Cl2 whereas MnO2 ഈസ് റെഡ്യൂസ്ഡ് ടു MnCl2. Okay, then we can say that if a substance gain or loses hydrogen, okay, if a substance gains oxygen or loses hydrogen during a reaction, it is oxidized. ഓക്സിജൻ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജൻ ലോസ് ചെയ്യുക. ദാറ്റ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇഫ് എ സബ്സ്റ്റൻസ് ലോസസ് ഓക്സിജൻ ആൻഡ് ഗെയിൻസ് ഹൈഡ്രജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ, ഇറ്റ് ഈസ് റിഡ്യൂസ്ഡ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. ഒന്നുകിൽ ഓക്സിജൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിനകത്ത് ഹൈഡ്രജൻ്റെ ബേസ് ആയിരിക്കും. ഓക്സിജൻ ഗെയിനും ഹൈഡ്രജൻ ലോസും, അതാണ് ഓക്സിഡേഷൻ. ഓക്സിജൻ ലോസും ഹൈഡ്രജൻ ഗെയിനുമാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സംഭവിച്ച് നോക്കിക്കേ. കണ്ടോ? MnO2 പ്ലസ് HCl. Mnൽ നിന്ന് ഓക്സിജൻ ലോസായി MnCl2 ആയിട്ട് മാറി. HClൽ നിന്ന് ഹൈഡ്രജൻ ലോസായിട്ട് എന്തായിട്ട് മാറി? ക്ലോറിനായിട്ട് മാറി. ഓക്കെ, ലോസ് ഓഫ് ഓക്സിജൻ. Loss of oxygen, that is known as reduction. Loss of hydrogen, that is known as oxidation. Okay, രണ്ടും വെച്ച് പറയാൻ പഠിക്കുക കേട്ടോ. Then have you observed the effect of oxidation reactions in everyday life? You must have observed that iron articles are shiny when new but gets coated with the reddish brown powder when left for some time. നമുക്കറിയാം, അയൺ ഒബ്ജക്റ്റ് മേടിക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും. കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യാതെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ കളറ് റെഡിഷ് കളറായിട്ട് മാറും. ദിസ് പ്രോസസ് ഈസ് കോമൺലി നോൺ ആസ് റസ്റ്റിംഗ് ഓഫ് അയേൺ. അതിനാണ് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്നത്. സം അതർ മെറ്റൽസ് ഓൾസോ ഗെറ്റ് ടാർണിഷ്ഡ് ഇൻ ദിസ് മാനർ. ഹാവ് യു നോട്ടീസ് ദി കളർ ഓഫ് ദി കോട്ടിംഗ് ഫോംഡ് ഓൺ ദി കോപ്പർ ആൻഡ് സിൽവർ? കോപ്പറിലും സിൽവറിലും ഉണ്ടാകുന്ന കോട്ടിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ മെറ്റൽ ഈസ് അറ്റാക്ക്ഡ് ബൈ substances around it such as moisture, acids, etc. It is said to corrode and this process is called corrosion. അപ്പോൾ when a metal is attacked by substances around it such as moisture, acids, etc. it is said to be corrode and this process is called corrosion. The black coating on silver and the green coating on copper. Green coating on copper, that is an example of corrosion. Black coating on silver and green coating on copper. Copper, that is copper carbonate, CuCO3. Okay, then that is an example of corrosion. Corrosion causes damage to car bodies, bridges, iron railing, ships and to all objects made of metals, especially those of iron. Corrosion of iron is a serious problem. Every year an enormous amount of money is spent to replace damaged iron. Okay, then we can study more about
in the previous class, in the chapter 3, you will learn more about corrosions in chapter 3. The next, rancidity. Have you ever tasted or smelt the fat or oil containing food materials left for a long time? When fats and oils are oxidized, they become rancid and their smell and taste change. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആകും അല്ലേ? യൂഷ്വലി സബ്സ്റ്റൻസസ് വിച്ച് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, that is known as antioxidants, are added to food containing fats and oils. അപ്പോൾ ഫാറ്റ് ആൻഡ് ഓയിലി ഫുഡിനകത്ത് ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യും അതിനകത്തേക്ക്, കീപ്പിംഗ് ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഫുഡ് ഫ്രൈ ചെയ്ത് വെക്കാറുണ്ട്. ദാറ്റ് ഹെൽപ്സ് ടു സ്ലോ ഡൗൺ ഓക്സിഡേഷൻ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay, do you know that chips manufacturers usually flush bags of chips with a gas such as nitrogen to prevent the chips from getting oxidized? ചിപ്സ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് ഫില്ല് ചെയ്യുന്ന പാക്കറ്റിൽ നൈട്രജൻ ഗ്യാസ് ആഡ് ചെയ്യും, നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും. എന്തിനു വേണ്ടി? നൈട്രജൻ ഗ്യാസ് ആക്ട് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് ദെയർ. ഓക്കെ, നൈട്രജൻ ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ചിപ്സ് പെട്ടെന്ന് റാൻസിഡ് ആകില്ല, അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം റീപ്ലേസിങ് എയർ ബൈ നൈട്രജൻ ആണ്. നൈട്രജൻ വെച്ച് എയറിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുവാണ്. അല്ലെങ്കിൽ വാക്വം പാക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. റീപ്ലേസിങ് എയർ ബൈ നൈട്രജൻ, എയറിനെ മാറ്റിയിട്ട് നൈട്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ചെയ്യുക, വാക്വം പാക്കിംഗ് ചെയ്യുക, ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് റാൻസിഡ് ആകാതിരിക്കാൻ ചെയ്യുന്ന മെത്തേഡുകൾ. ഓക്കെ, പിന്നെ കൊറോഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ പെയിൻറ്റിങ്, അപ്ലൈയിങ് ഗ്രീസ് ഓർ ഓയിൽ, ഗാൽവനൈസേഷൻ, അലോയിങ്. ഇങ്ങനെയുള്ള മെത്തേഡുകളാണ് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിനകത്തുള്ള റെഡിഷ് ബ്രൗൺ പൗഡർ, റെഡിഷ് ബ്രൗൺ കോട്ടിംഗ്, ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, Fe2O3.XH2O. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, ദാറ്റ് ഈസ് നോൺ ആസ് Fe2O3.XH2O. Hydrid ferric oxide, that is known as rust, Fe2O3.XH2O. Okay. Okay, students, study up to here. In the next class, we will study another topic. Until then, bye.